നാടിനെ ഞെട്ടിക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണർന്നെഴുന്നേറ്റ് വരുന്നത് അതിശയകരമായ വേഗത്തിലാണ്. തൃശൂർ നാട്ടികയിൽ 5 മനുഷ്യർ അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ വിവരണം വായിച്ചും ദൃശ്യങ്ങൾ കണ്ടും വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരള സമൂഹം. റോഡിനരികെ സുരക്ഷിതമെന്ന് കരുതിയ ഓരത്ത് താൽക്കാലികമായി വെച്ച ബാരിക്കേഡുകൾക്കപ്പുറം രാത്രി കിടന്നുറങ്ങുകയായിരുന്ന കുടുംബത്തിലെ 2 കുട്ടികളടക്കം 5 പേരുടെ ജീവനാണ് മദ്യപിച്ച് ലക്കുകെട്ട ഒരുവൻ ഓടിച്ച ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി ഇല്ലാതായത്. ഒരു റോഡ് അപകടത്തിന്റെ ദൈന്യതയ്ക്കപ്പുറം ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥകൾക്ക് മേൽ ഇരച്ചു കയറിയ ട്രക്കിന്റെ ചക്രങ്ങൾ വിളിച്ചു പറഞ്ഞ സത്യങ്ങളാണ് മനസാക്ഷിയുള്ള മലയാളിയെ ഇപ്പോൾ വേട്ടയാടുന്നത്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ട്രക്ക് മാഹിയിൽ നിർത്തി ഡ്രൈവറും ക്ലീനറും ആവോളം മോന്തിയ മദ്യം തന്നെ ഈ ദുരന്തത്തിലെ പ്രഥമ വില്ലൻ. റോഡിലെ എഴുതി വെച്ച അടയാളങ്ങളൊന്നും പുലർച്ചെ 3:30 വാഹനം ഓടിച്ച ക്ലീനറുടെ കണ്ണിൽ പെട്ടില്ലത്രേ. ഓടിക്കാൻ വയ്യാത്ത വിധം ഡ്രൈവർ മദ്യലഹരിയിൽ മയങ്ങിയപ്പോഴാണത്രേ ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ വണ്ടി ഏറ്റെടുത്തതും വഴിയിലൊന്നും ഒരു പരിശോധനയും ഇല്ലാതെ അത് ദുരന്തത്തിലേക്ക് ചീറിപ്പാഞ്ഞതും. 10,000-കണക്കിന് ഭവനരഹിതർ കടത്തിണ്ണകളെ മെത്തയാക്കിയും ആകാശത്തെ മേൽക്കൂരയാക്കിയും ഉറങ്ങുന്ന പതിവ് ലക്ഷം വീട് കോളനി മുതൽ ലൈഫ് മിഷൻ പദ്ധതി വരെ നടപ്പായ മാതൃക കേരളത്തിലുമുണ്ട് എന്നതും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഭവനരഹിതർക്ക് മുഴുവൻ പാർപ്പിടം ഒരുക്കുക എന്ന ഭീമൻ പ്രക്രിയ ക്ഷിപ്രസാധ്യമല്ലെങ്കിലും എല്ലാവർക്കും സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള സംവിധാനത്തിൽ തുടങ്ങി ക്രമേണ പാർപ്പിട പ്രശ്നം അഭിസംബോധന ചെയ്യാനെങ്കിലും ഭരണകൂടങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ പ്രയാസകരമായിരിക്കുമെങ്കിലും സംസ്ഥാനത്തിന്റെ ഉയർന്ന സാമൂഹിക ബോധവും ജീവകാരുണ്യ സംരംഭങ്ങളും സഹകരണവും ഉപയോഗപ്പെടുത്തിയാൽ പരിഹാരങ്ങൾക്ക് തുടക്കമാകും. ഇത് കേരളത്തിലെ റോഡ് സുരക്ഷയുടെ മാത്രം ഒരു പ്രശ്നമല്ല. കേരള പോലീസിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് 2023 നടന്ന 48,091 റോഡ് അപകടങ്ങളിൽ 3,884 പേരാണ് മരിച്ചത്. അതിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചവരുടെ എണ്ണം കേവലം 21 മാത്രമാണ്. റോഡ് അപകടങ്ങളുടെ ആളോഹരി എണ്ണത്തിൽ കേരളം 2ാമതാണ്. 2023 റോഡ് അപകട മരണം 2022 അപേക്ഷിച്ച് നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ വരുത്തുന്ന മരണങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യം പൂർണ്ണമായി പ്രതിഫലിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇതിന് കാരണം പലതാണ്. ഒന്നാമതായി, ലഹരിയിലാണോ എന്ന പരിശോധന എല്ലാ കേസുകളിലും യഥാസമയത്ത് നടക്കാറില്ല. രക്തപരിശോധനാ ഫലത്തിൽ ലഹരിയുടെ അംശം കണ്ടെത്താനാകാതെ പോകുന്ന സംഭവങ്ങൾ പോലുമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു IAS ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ ഓടിച്ച കാർ പത്രപ്രവർത്തകനെ ഇടിച്ച് മരണം സംഭവിച്ച ശേഷം അയാൾ ലഹരി പരിശോധന വൈകിപ്പിക്കുകയും രക്തപരിശോധനയിൽ മദ്യസാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയതും ഉദാഹരണമാണ്. രാത്രി സമയത്ത് സംസ്ഥാന ദേശീയ ഹൈവേകളിൽ വേണ്ടത്ര പരിശോധന നടത്താൻ ആവശ്യമായ വാഹനങ്ങൾ ലഭിക്കുന്നില്ല. അതിനുള്ള പണം അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് ഗതാഗത മന്ത്രി തന്നെ പരിഭവിക്കുന്നു. പദ്ധതികളുടെയും വികസനത്തിന്റെയും പുറമോടിക്ക് ഭരണാധികാരികളുടെ പടം വെച്ച് മുഴുവൻ പേജ് പരസ്യം നൽകാനും പരിപാടി സംഘടിപ്പിക്കാനും പണമുണ്ട്. എന്നാൽ രാത്രി പെട്രോളിംഗിൽ ജനങ്ങൾക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ലഭിച്ചിരുന്ന അടിയന്തര സഹായങ്ങൾ കാര്യക്ഷമമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഭരണാധികാരികൾ പ്രശ്നം തിരിച്ചറിയുകയും ഓർമ്മയിൽ ഏശുന്ന പരിഹാരങ്ങൾ തേടി നിയമവ്യവസ്ഥയും ഭരണകൂടവും കാര്യക്ഷമമാക്കുകയും ചെയ്തില്ല എങ്കിൽ ജനജീവിതം ദുഷ്കരം തന്നെയാകും. അത്തരം നിരുത്തരവാദിത്വം കാണിക്കുന്നവരെ ഭരണമേൽപ്പിക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പോംവഴി.